ശിവഗീത 5-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അധ്യായത്തിലാണ് ഭഗവാൻ ശിവൻ ശ്രീരാമചന്ദ്രന് മഹാപാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സൂതൻ തൻ്റെ ശിഷ്യന്മാരോട് ആ സംഭവം വിവരിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ തൻ്റെ മുമ്പിൽ ഒരു മഹാരഥം വന്നു നിൽക്കുന്നതായി കാണുന്നു. ആ മഹാരഥത്തിൽ ഒരു സിംഹാസനം അലങ്കരിച്ചിട്ടുണ്ട്. ആ സിംഹാസനം രത്നങ്ങളാലും സ്വർണങ്ങളാലും മോടി പിടിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ആ സിംഹാസനത്തിൽ അനേകം അലങ്കാര വസ്തുക്കൾ കൊണ്ട് അങ്ങേയറ്റം തേജോമയമാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ രഥം മുഴുവനും പാരിജാത പുഷ്പത്താൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ മുമ്പിൽ, രഥത്തിൻ്റെ മുമ്പിൽ ഒരു കൊടി സ്ഥാപിച്ചിട്ടുണ്ട്. നന്ദീശൻ്റെ ചിത്രമുള്ള തേജസ്വിയായ ഒരു കൊടി ആ രഥത്തിൻ്റെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. ആ രഥത്തിൽ അനേകം ഗന്ധർവ ദേവതകൾ കുടികൊള്ളുന്നു. അവർ അനേകം വാദ്യോപകരണങ്ങൾ, തമ്പുരു, വീണ തുടങ്ങിയ അനേകം വാദ്യോപകരണങ്ങൾ ശ്രുതിശുദ്ധമായ രീതിയിൽ ആലാപനം നടത്തുന്നു. ഭഗവാൻ ശിവൻ ആ രഥത്തിലെ സിംഹാസനത്തിലേക്ക് കയറി ചെന്ന് അവിടെ ആരൂഢനായി. അപ്പോൾ ദേവതകൾ അദ്ദേഹത്തെ വെഞ്ചാമരം കൊണ്ട് വീശി. ചിത്രകമ്പളം നിറഞ്ഞ ഒരു വെൺകൊറ്റക്കൊട ദേവതകൾ ഭഗവാൻ ശിവനെ ചൂടിപ്പിച്ചിരുന്നു. ഭഗവാൻ ശിവൻ മഹാപാശുപതാസ്ത്രം എടുത്ത് ശ്രീരാമചന്ദ്രന് നൽകുന്ന അതിഗംഭീരമായൊരു രംഗമാണ് എടുത്തത്. അങ്ങനെ മഹാപാശുപതാസ്ത്രം ശ്രീരാമചന്ദ്രന് ഭഗവാൻ നൽകി അനുഗ്രഹിക്കുന്ന ആ ദിവ്യമുഹൂർത്തത്തിൽ ഭഗവാൻ ശിവൻ പറഞ്ഞു, അല്ലയോ രാമ, ഇത് ലോകങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ കഴിവുള്ള ദിവ്യാസ്ത്രമാണ്. ഈ ദിവ്യാസ്ത്രം അങ്ങ് വളരെ സൂക്ഷിച്ചു വേണം പ്രയോഗിക്കാൻ. ഒരിക്കലും യുദ്ധങ്ങളിൽ അങ്ങ് സാധാരണ യുദ്ധങ്ങളിൽ ഈ ദിവ്യായുധം ഒരിക്കലും പ്രയോഗിക്കരുത്. മഹായുദ്ധ സമയത്ത് മാത്രമേ ഈ ദിവ്യായുധമായ പാശുപതാസ്ത്രം അങ്ങ് പ്രയോഗിക്കാവൂ. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഈ ദിവ്യായുധം അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ, ധർമ്മം പൂർണ്ണമായി നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ മാത്രമേ ഈ പാശുപതാസ്ത്രം അങ്ങ് പ്രയോഗിക്കാവൂ. ഈ പാശുപതാസ്ത്രത്തെ തടുക്കാൻ 3 ലോകങ്ങളിലെ ഒരു ശക്തിക്കും കഴിയില്ല. അത്രയ്ക്ക് ശക്തിപൂർണമായ ഈ മഹാപാശുപതാസ്ത്രം അങ്ങ് അവസാന നിമിഷത്തിൽ മാത്രം ധർമ്മം പരാജയപ്പെടുകയും അധർമ്മം വിജയിച്ച് കൊടികുത്തി വാഴുകയും ചെയ്യുന്ന ആ സമയത്ത് മാത്രമേ ഈ ദിവ്യായുധം, ഈ പാശുപതാസ്ത്രം അങ്ങ് പ്രയോഗിക്കാവൂ എന്ന് ശ്രീരാമചന്ദ്രനോട് ഭഗവാൻ ശിവൻ പറയാണ്. മഹാഭാരതത്തിൽ ഈ പാശുപതാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒട്ടേറെ ഭാഗങ്ങളുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. നോക്കൂ, പശുപതിയെ
അതായത് ശിവനെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് പാശുപതം എന്ന പേര് ഈ അസ്ത്രത്തിന് വന്നത്. പാശുപതാസ്ത്രം ഉപയോഗിച്ചാണ് ശിവൻ ത്രിപുരദഹനം നടത്തിയത്. വളരെ പ്രശസ്തമാണ്. അധർമ്മചാരികളായ ത്രിപുരന്മാരെ കൊന്നൊടുക്കിയതും ആ ത്രിപുരങ്ങൾ നശിപ്പിച്ചതും ഈ പാശുപതാസ്ത്രം ശിവൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ നിമിഷത്തിൽ മാത്രം അധർമ്മം കൊടികുത്തി രാജ്യമാകെ അധർമ്മത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന സമയത്താണ് ത്രിപുരദഹനത്തിന് വേണ്ടി ഭഗവാൻ ശിവൻ തൻ്റെ കയ്യിലുള്ള ഈ പാശുപതാസ്ത്രം ഉപയോഗിച്ചത്. ഒരു സർപ്പമാണ് ശിവൻ്റെ പിനാകം എന്ന വില്ലായത്. ആ വില്ല് തൊടുക്കുന്ന അസ്ത്രമാണ് പാശുപാദം. അനുശാസന പർവ്വതത്തിലെ ചില ഭാഗങ്ങളിൽ, അതായത് മഹാഭാരതം അനുശാസന പർവ്വത്തിലെ ചില ഭാഗങ്ങളിൽ പാശുപതത്തിൻ്റെ ടെക്നോളജിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആ ടെക്നോളജി അതിലെ ചില സൂചനകൾ മഹാഭാരതം അനുശാസന പർവ്വത്തിൽ നമുക്ക് കാണാൻ പറ്റും. പാശുപതത്തെക്കുറിച്ചുള്ള ചില ദിവ്യമായ സൂചനകൾ മഹാഭാരതത്തിൽ കൊടുക്കുന്നുണ്ട്. അർജുനന് വനവാസകാലത്ത് ശിവനെ തപസ് ചെയ്തപ്പോൾ ശിവൻ പ്രസാദിച്ച് നൽകിയ അസ്ത്രമാണ് പാശുപതാസ്ത്രം. മഹാഭാരതത്തിൽ പ്രസ്താവിക്കുന്ന ഈ പാശുപതാസ്ത്രത്തെക്കുറിച്ച് അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ചിട്ട് ചില പ്രതീകാത്മകമായ സൂചനകൾ മഹാഭാരതം അനുശാസന പർവ്വത്തിൽ കാണാം. ഈ സൂചനകൾ വച്ചുകൊണ്ട് നമ്മുടെ DRDO ശാസ്ത്രജ്ഞന്മാർ പാശുപതാസ്ത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നെങ്കിൽ അത് വലിയൊരു കണ്ടെത്തലിലേക്ക് ഒരുപക്ഷെ ഈ ശാസ്ത്രജ്ഞന്മാരെ നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. അത്രയ്ക്ക് വളരെ വലിയ, ലോകത്തിലെ ഏറ്റവും ഭയാനകമായ 3 ത്രിപുരങ്ങളെ നശിപ്പിക്കുക എന്ന് വെച്ചാൽ എല്ലാ ലോകങ്ങളെയും നശിപ്പിക്കുന്ന അസ്ത്രമാണ് പാശുപതാസ്ത്രം. അതും അധർമ്മം കൊടികുത്തി വാഴുമ്പോഴാണ് ശിവഭഗവാൻ ഈ പാശുപതാസ്ത്രം അധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രയോഗിച്ചത്. അതേപോലുള്ള ആ മഹാപാശുപതാസ്ത്രം ഭാരതത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് ലോകത്തിന് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതായാലും DRDOയിലെ ശാസ്ത്രജ്ഞന്മാർ ഇതൊരു പക്ഷേ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ഒരു കണ്ടെത്തലിലേക്ക് ഭാരതത്തിലെ പ്രതിരോധ സൈന്യം എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് പാശുപതാസ്ത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ശിവഭഗവാന്റെ ആ തിരുവായ് മൊഴി കേൾക്കാം. ഭഗവാൻ ശിവൻ പറഞ്ഞു, അല്ലയോ മഹാദേവന്മാരെ, നിങ്ങളുടെ കയ്യിലുള്ള ദിവ്യ ആയുധങ്ങളെല്ലാം തന്നെ ശ്രീരാമചന്ദ്രന് കൊടുക്കുക. അദ്ദേഹം ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി, അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മഹായുദ്ധം നടക്കുകയാണ്. അതിൻ്റെ മഹത്വമോർത്താണ് ഞാൻ പാശുപതാസ്ത്രം ശ്രീരാമചന്ദ്രന് കൊടുത്തത്. അതേ ഉദ്ദേശത്തോടു കൂടി, അതേ ലക്ഷ്യത്തോടു കൂടി അല്ലയോ മഹാദേവന്മാരെ, നിങ്ങളും നിങ്ങളുടെ കയ്യിലെ ദിവ്യ ആയുധങ്ങൾ ശ്രീരാമചന്ദ്രന് കൊടുക്കുക. ആ സമയം അവിടെ ഉണ്ടായിരുന്ന നാരായണാസ്ത്രം ശ്രീരാമചന്ദ്രന് കൊടുത്ത് ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിക്കുന്നു. അതുപോലെ ബ്രഹ്മദേവൻ ബ്രഹ്മാസ്ത്രം ശ്രീരാമചന്ദ്രന് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഇന്ദ്രൻ ഇന്ദ്രാസ്ത്രം ശ്രീരാമന് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. യമൻ യമാസ്ത്രം കൊടുത്ത് ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിച്ചു. പിന്നെ കാമൻ കാമാസ്ത്രം നൽകി. വരുണൻ വരുണാസ്ത്രം നൽകി. രുദ്രൻ രുദ്രാസ്ത്രം നൽകി. സൂര്യൻ സൂര്യാസ്ത്രം നൽകി.
ചന്ദ്രൻ സൗമ്യാസ്ത്രം നൽകി. അങ്ങനെ എല്ലാ ദേവന്മാരും അവരുടെ ഏറ്റവും വലിയ ദിവ്യായുധങ്ങൾ എല്ലാം തന്നെ ശ്രീരാമചന്ദ്രന് കൊടുത്തു. അങ്ങനെ രാമചന്ദ്രനെ അനുഗ്രഹിച്ച് അധർമ്മത്തിനെതിരെ രാവണ വധത്തിനു വേണ്ടിയിട്ട് ഈ മഹാ ആയുധങ്ങളെല്ലാം ശ്രീരാമചന്ദ്രന് നൽകി. ശ്രീരാമചന്ദ്രനെ ധർമ്മയുദ്ധത്തിൽ ചെയ്ത് അധർമ്മത്തിനെതിരെ ധർമ്മം വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു. ഭഗവാൻ ശിവൻ ആ സമയം അവിടെ കൂടിയിരിക്കുന്ന ദേവഗണങ്ങളോട് പറഞ്ഞു, അല്ലയോ ദേവഗണങ്ങളെ, നിങ്ങളെല്ലാം കിഷ്കിന്ധായിൽ ചെന്ന് വാനരന്മാരായി ജനിക്കുക. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ്റെ യുദ്ധത്തിൽ പങ്കെടുത്ത് ശ്രീരാമചന്ദ്രനെ സഹായിച്ച് അധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി രാവണ നിഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ രാമന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് ദേവന്മാരോട് പറഞ്ഞു. അതനുസരിച്ച് ദേവന്മാർ കിഷ്കിന്ധയിലെ വാനരന്മാരായി ജനിക്കാൻ തയ്യാറായി നിന്നു. പിന്നെ ഈ സമയം ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ശിവനോട് പറഞ്ഞു, അല്ലയോ ഭഗവാൻ, രാവണനെ തോൽപ്പിക്കുക വളരെ പ്രയാസമാണ് എന്നെനിക്കറിയാം. കാരണം ലങ്കയിലേക്ക് കടക്കണമെങ്കിൽ തന്നെ മഹാസമുദ്രം തരണം ചെയ്യണം. ആ സമുദ്രം തരണം ചെയ്യുന്നത് വളരെ വളരെ പ്രയാസമാണ്. മാത്രമല്ല ലങ്ക അനേകം ദേവന്മാർ കാത്തുരക്ഷിക്കുന്ന ഒരു വലിയ സങ്കേതമാണ്. ഈ ലങ്കയെ നശിപ്പിക്കണമെങ്കിൽ, ഈ ലങ്കയെ ഇല്ലാതാക്കണമെങ്കിൽ സാധാരണക്കാർക്ക് സാധിക്കില്ല. അതിന് എന്താണൊരു പോംവഴിയെന്ന് കൂടി അങ്ങ് പറഞ്ഞു തരിക. ഈ അസ്ത്രങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശിവൻ പറയുകയാണ്, അല്ലയോ രാമ, നീ ഒട്ടും വ്യാകുലചിത്തനാകേണ്ട ആവശ്യമില്ല. നിനക്ക് രാവണനെയും രാവണൻ്റെ സൈന്യത്തെയും മുഴുവനും ഇല്ലാതാക്കാൻ നിനക്ക് കഴിയും. അതിന് കാരണം അവരെയെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ അവർ അധർമ്മചാരികളാണ്. ആ ലങ്കയെ കാത്തു സൂക്ഷിക്കുന്ന ദേവന്മാരും ദുഷ്ടപ്രവൃത്തികൾ കൊണ്ട് ദുഷ്ടന്മാരായി മാറിയിരിക്കുകയാണ്. അവരെല്ലാം നാശത്തിന് വിധേയരാണ്. ഞാൻ അവരെയെല്ലാം കൊന്നു കഴിഞ്ഞിരിക്കുന്നു. നീ ഒരു ഉപകരണം മാത്രമായാൽ മതി. അല്ലയോ ഭഗവാൻ, അല്ലയോ രാമചന്ദ്ര, അങ്ങ് ഒരു ഉപകരണം മാത്രമാണ്. എൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. രാവണൻ വേദങ്ങൾ ചൊല്ലിയാലും അതേപോലെ തീവ്രമായ തപസ് അനുഷ്ഠിച്ചാലും ഒരിക്കലും രാവണനെ നിനക്ക് പരാജയപ്പെടുത്താനേ കഴിയൂ, അല്ലാതെ രാവണനൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. അതിന് കാരണം രാമൻ അധർമ്മചാരിയാണ്. അധർമ്മചാരിയായ രാവണനെ കൊല്ലാനുള്ള കേവലം ഒരു ഉപകരണം മാത്രം, എൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ്. അല്ലയോ രാമ, അങ്ങ് എന്ന് ഭഗവാൻ ശിവൻ രാമനെ ഉപദേശിക്കുന്നു. മാത്രമല്ല, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് ഭഗവാൻ ശിവൻ പറയുന്നു. ഇതിനെ സംരക്ഷിക്കുന്നത്, ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് ഞാനാണ്. അതേപോലെ ഈ ലോകത്തെ നശിപ്പിക്കുന്നതും ഞാൻ തന്നെ എന്ന് ശിവൻ രാമനോട് പറയുകയാണ്. മരണത്തിൻ്റെ മരണമാണ് ഞാൻ. ഈ രാവണനെയും രാവണ സൈന്യത്തെയും കൊല്ലാൻ നീ ഒരു ഉപാധിയായി മാത്രം മാറുക. എന്നാൽ അവർ വധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ രാമൻ അത്യധികം സന്തോഷിക്കുന്നു. യുദ്ധത്തിൽ തനിക്ക് വിജയം കിട്ടുമെന്ന്
പൂർണ്ണമായി കരുതിക്കൊണ്ട് രാമൻ ശിവനെ നമസ്കരിക്കുന്നു. ഏതായാലും ആ 5-ാം അധ്യായം ഇതോടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാമന് ദിവ്യായുധം മഹാപാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുന്ന ദിവ്യമായ ഒരു ഭാഗത്തിലൂടെയാണ് നാം ഈ ശിവഗീത 5-ാം അധ്യായത്തിലൂടെ കടന്നു പോയത്. ഓം ശിവായ നമഃ.